ഹലോ, ഇതാണ് വൃക്ഷ് ദ തിയേറ്റർ ആർട്ട് ഫോർ ഹ്യൂമാനിറ്റി. ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം നാടക കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ്. 2015 ഓഗസ്റ്റ് 16 ഇതേ സ്ഥലത്ത് കേരള ക്ലബിൽ വെച്ചാണ് ഈ സംഘടനയ്ക്ക്, ഈ തിയേറ്റർ ഗ്രൂപ്പിന്, ഈ കൂട്ടായ്മയ്ക്ക് ഒരു തിരിതെളിയിക്കുന്നത്. തിരിതെളിയിച്ചത് ആരുമല്ല, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, ഇന്ന് നമ്മൾ കൂടെ ഇല്ലെങ്കിലും നമ്മൾ എന്നും ആലോചിക്കുന്ന ശ്രീ ഓംചേരി എൻ പിള്ള സാറാണ് നമ്മൾക്ക് ഒരു തുടക്കം തന്നത്. അന്നു മുതൽ ഇന്ന് വരെ നമ്മൾ ഒരുപാട് നാടകങ്ങൾ ഈ കൂട്ടായ്മ ചെയ്തു. അതിനിടയിൽ നിന്നാണ് 2016 ഒരു സെപ്റ്റംബർ സമയത്ത് വീണ്ടും ഒരു നാടകം, VP മേനോനെ കുറിച്ച് ചെയ്തൊരു നാടകം വീണ്ടും സ്റ്റേജ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അത് NSDയിൽ രണ്ടാമത് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ കാശില്ല. കാശിന് വേണ്ടി അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ജാവേദ് അസ്ലം, ഞാനും സെക്രട്ടറി ആയിരുന്നു. അപ്പൊ നമ്മള് കാശിന് വേണ്ടി ഒരുപാട് സ്ഥലത്ത് അലഞ്ഞു. അപ്പോഴാണ് നമുക്ക് ഒരു ഓഫർ വന്നു. ഒരു ശ്രീ പ്രകാശ് വാടിക്കൽ എന്ന് പറയുന്ന സുഹൃത്ത്, അദ്ദേഹം ഒരു പടം എടുക്കാൻ പോകുന്നു ഡൽഹിയിൽ, ജന്തർ മന്ദർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന് കാസ്റ്റിംഗിന് ആളുകൾ വേണമെന്ന് പറയും. അപ്പോ അദ്ദേഹം നമ്മളെ ഒരു മീറ്റിംഗിന് വിളിക്കുന്നു. വൈകുന്നേരം 4 മണിക്ക് കാണാമെന്ന് പറയുന്നു. പക്ഷേ പൈസ അന്വേഷിച്ചു പോയ നമ്മുടെ കയ്യില് സമയമില്ലാതെ ആയിപ്പോയി എന്നുള്ള സത്യം. നമ്മൾ ഒരുപാട് ലേറ്റായി 7 മണിക്ക് അവിടെ എത്തുന്നു. അപ്പൊ പ്രകാശ് വാടിക്കൽ ചോദിച്ചു, എന്താടോ, അദ്ദേഹം ഒരു കണ്ണൂരുകാരനാണ്, അദ്ദേഹം പറഞ്ഞു, എന്താടോ 4 മണിക്ക് വരാൻ പറഞ്ഞു, 7 മണിക്ക് വരിക എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു, പൈസയില്ല മാഷേ, നമ്മൾ പൈസക്ക് വേണ്ടി അലയായിരുന്നു. എന്തിനാണോ വലിയ നാടകം ചെയ്യുന്നത്, 10 മിനിറ്റ് നാടകം ചെയ്താൽ പോരെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു തമാശയാക്കിയതാണ്. അപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞതിലും കാര്യമുണ്ട്. അപ്പൊ ഞാനും ഒരു തമാശയ്ക്ക് അന്നത്തെ പ്രസിഡന്റായ ജാവേദിനോട് പറഞ്ഞു, ശരി നമുക്കെന്നാ അതിന്റെ ഒരു നാഷണൽ ഫെസ്റ്റിവൽ ചെയ്യാം. അപ്പം ജാവേദ് പറഞ്ഞു, അതും ചെയ്യാം. അവിടെ നിന്നാണ് സത്യത്തിൽ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞ 5 വർഷമായി 4 വർഷമായി കാണുന്ന ടെസ്പിസ് എന്ന ആശയം ഉരുത്തിരിയുന്നത്, മൈക്രോ ഡ്രാമ എന്ന 10 നിമിഷമുള്ള ആശയം ഉരുത്തിരിയുന്നത്. നമ്മൾ വെക്കുന്ന ഒരേ ഒരു റെസ്ട്രിക്ഷൻ 10 നിമിഷമായിരിക്കണം നാടകം എന്നുള്ളതാണ്. ദർ ഈസ് നോ ലാംഗ്വേജ് ബാരിയർ. ഏത് ഭാഷയിലും ആർക്ക് വേണമെങ്കിലും വന്ന് നമ്മുടെ കൂടെ വന്ന് നാടകം ചെയ്യാം. 10 നിമിഷം എന്ന ഒരു ബാരിയർ മാത്രമേ നമ്മൾ വെക്കുന്നുള്ളൂ. അപ്പോ ഈ വരുന്ന 1-ാം തീയതി ഡൽഹിയുടെ ഹൃദയഭാഗമായ LTG ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. 33ഓളം നാടകങ്ങൾ, 12 ഭാഷകൾ, 600ഓളം കലാകാരന്മാർ, ഒരു തിയേറ്റർ മാമാങ്കം, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മഹാകുംഭ് ഓഫ് ഡ്രാമ നടക്കാൻ പോവുകയാണ്. ആ നാടകം കാണാൻ, ആ ചരിത്രത്തിന്റെ ഭാഗമാകാൻ നിങ്ങൾ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഡൽഹിയിലേക്ക്. എല്ലാവരും ഡൽഹിയിലോട്ട് വരിക. LTG ഓഡിറ്റോറിയത്തിൽ 1-ാം തീയതി ടെസ്പിസ് നാഷണൽ മൈക്രോ ഡ്രാമ ഫെസ്റ്റിവൽ ഇൻ കൊളാബറേഷൻ വിത്ത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമാസ് ബാരംഗം. അപ്പൊ 1-ാം തീയതി കാണാം. See you. ഹലോ, നമ്മൾ ഈ കാണുന്നതാണ് സ്കാർലറ്റ്. വൃക്ഷ ദ തിയേറ്ററിന്റെ ശരിയായ ബാക്ക് ബോൺസ് എന്ന് പറയുന്നതാണ് ദി സ്കാർലറ്റ്. സ്കാർലറ്റിന് ഒരു ക്യാപ്റ്റനുണ്ട്, ശ്രീ അജിത് കുമാർ. അതിന്റെ വൈസ് ക്യാപ്റ്റൻ അനന്യ അനിൽകുമാർ. പിന്നെ അതിന്റെ ജനറൽ കൺവീനർ മീൻസ് ചീഫ് കോർഡിനേറ്റർ എന്ന് പറയുന്നത് ശ്രീ ഷിജോ മാമൻ. എല്ലാ മാസവും നാടകശാല എന്ന ഒരു സംരംഭം കഴിഞ്ഞ 4 വർഷമായി തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മാസം ഇതിനകത്തുള്ള ഓരോരാളും പുതിയ പുതിയ നാടകങ്ങൾ കഥ കൊണ്ടുവന്നും അവർ സംവിധാനം ചെയ്തുകൊണ്ടും ഡൽഹിയിലുള്ള ഒരുപാട് ആളുകളെ പല ഭാഷകളിലായി ആ നാടകം കാണിച്ചുകൊണ്ടിരിക്കുന്നു നാടകശാല. അപ്പോ ദിസ് ആർ ദ റിയൽ ബാക്ക് ബോൺ ഓഫ് സ്കാർലറ്റ്.